എല്ലാവർക്കും ന്യൂസ് പ്ലസ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026ന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും രോമാഞ്ചജനകവുമായ മത്സരമാണ് ഇന്നലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. ക്രിക്കറ്റ് ഇതിഹാസങ്ങളുടെ പോലും ശ്വാസം തൊണ്ടയിൽ കുരുങ്ങിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. സ്വന്തം തട്ടകത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് അനായാസ വിജയം നേടുമെന്ന് തോന്നിച്ച ഒരു സമയമുണ്ടായിരുന്നു. എന്നാൽ ക്രിക്കറ്റ് എന്ന അനിശ്ചിതത്വങ്ങളുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിന്നീട് പിറന്നത് വരും തലമുറകൾ അഹമ്മദാബാദിലെ അത്ഭുതമെന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു മാന്ത്രിക മുഹൂർത്തമായിരുന്നു. വിജയത്തിനും പരാജയത്തിനുമിടയിലുള്ള അകലം കേവലം ഏതാനും ഇഞ്ചുകൾ മാത്രമുള്ള ഒരു നിർണായക വഴിത്തിരിവിലായിരുന്നു മത്സരം അപ്പോൾ നിന്നിരുന്നത്. തങ്ങളുടെ ചരിത്ര വിജയത്തിനായി ഗുജറാത്ത് ടൈറ്റൻസിന് അവസാന 6 പന്തുകളിൽ വെറും 10 റൺസ് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഫിനിഷർ റാഷിദ് ഖാനും ഒപ്പം കരുത്തനായ കാഗിസോ റബാഡയുമായിരുന്നു അപ്പോൾ ക്രീസിൽ. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലെ അന്തരീക്ഷം അക്ഷരാർത്ഥത്തിൽ തിളച്ചുമറിയുകയായിരുന്നു. വായുവിൽ പോലും ആ പിരിമുറുക്കം തൊട്ടറിയാമായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ യുവ ക്യാപ്റ്റൻ റിയാൻ പരാഗിന്റെ മുഖത്ത് ഉത്കണ്ഠയുടെയും കടുത്ത സമ്മർദ്ദത്തിന്റെയും രേഖകൾ വ്യക്തമായി കാണാമായിരുന്നു. സ്കോർ ബോർഡിൽ 210 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പടുത്തുയർത്തിയിട്ടും കൈയിലെ മണൽത്തരി പോലെ മത്സരം വഴുതി പോകുന്ന അവസ്ഥയിൽ ആ ഉത്കണ്ഠ തികച്ചും ന്യായമായിരുന്നു. സ്റ്റേഡിയത്തിന്റെ എല്ലാ കോണുകളിലും നിറഞ്ഞുനിന്ന 1.25 ലക്ഷത്തോളം വരുന്ന കാണികളുടെ ആരവം എത്രത്തോളം ഭയാനകമായിരുന്നുവെന്നാൽ മൈതാന മധ്യത്തിൽ നിൽക്കുന്ന കളിക്കാർക്ക് സ്വന്തം ശബ്ദം പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഗാലറി മുഴുവൻ പിങ്ക് നിറങ്ങളിലുള്ള ജേഴ്സികളുടെ കടലായി മാറി. കളിയുടെ ഏറ്റവും നിർണായകമായ ആ ഘട്ടത്തിൽ ക്യാപ്റ്റൻ പരാഗ് വളരെ വലിയതും അപകടകരവുമായ ഒരു ചൂതാട്ടത്തിന് മുതിർന്നു. പന്ത് യുവ ഫാസ്റ്റ് ബോളർ തുഷാർ ദേശ്പാണ്ഡെയെ ഏൽപ്പിച്ചു. തുഷാറിന്റെ മുഖം വിയർപ്പിൽ കുതിർന്നിരുന്നു. നെറ്റിയിൽ തിളങ്ങുന്ന വിയർപ്പ് തുള്ളികൾ ആ നിമിഷം അയാൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കടുത്ത സമ്മർദ്ദത്തിന്റെ സാക്ഷ്യമായിരുന്നു. തുഷാറിന് മുന്നിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരിയും തന്ത്രശാലിയുമായ ഫിനിഷർ റാഷിദ് ഖാൻ ഒരു ചെറിയ പിഴവ് പോലും മുതലെടുത്ത് പന്ത് അതിർത്തി കടത്താൻ വിശക്കുന്ന സിംഹത്തെ പോലെ കാത്തുനിൽക്കുകയായിരുന്നു. അവസാന ഓവറിലെ ആദ്യ പന്തെറിയാൻ തുഷാർ റണ്ണപ്പ് ആരംഭിച്ചപ്പോൾ സ്റ്റേഡിയത്തിലെ ആ വലിയ ബഹളം പെട്ടെന്ന് മരണസമാനമായ ഒരു ഭയാനകമായ നിശബ്ദതയിലേക്ക് വഴിമാറി. തന്റെ സർവ്വശക്തിയുമെടുത്ത് തുഷാർ ആദ്യ പന്ത് കൃത്യതയാർന്ന ഒരു യോർക്കർ എറിയാൻ ശ്രമിച്ചു. എന്നാൽ റാഷിദ് ഖാൻ അന്ന് തന്റെ ബാറ്റിംഗിന്റെ പാരമ്യത്തിലായിരുന്നു. തന്റെ കൈക്കുഴഞ്ഞുകളുടെ മാന്ത്രികത ഉപയോഗിച്ച് അയാൾ ആ പന്തിലെ അതിമനോഹരമായി തിരിച്ചുവിട്ട് ഡീപ് മിഡ് വിക്കറ്റിലെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് പായിച്ചു. അവിടെ ഫീൽഡർ ഉണ്ടായിരുന്നിട്ടും റാഷിദും കാഗിസോ റബാഡയും ഒരു പുലിയെപ്പോലെ കുതിച്ചുപാഞ്ഞ് അതിവേഗം 2 റൺസ് ഓടിയെടുത്തു. ഈ ആദ്യ പന്തിനുശേഷം വിജയ സമവാക്യം കൂടുതൽ ആവേശകരമായി. ഇനി വെറും 5 പന്തുകൾ 8 റൺസ്. മാനസിക സമ്മർദ്ദം മുഴുവൻ ഇപ്പോൾ ബോളർ തുഷാർ ദേശ്പാണ്ഡെയുടെ ചുമലിലായി. രണ്ടാമത്തെ പന്തെറിയുന്നതിന് മുമ്പ് തുഷാർ ഒരു ദീർഘശ്വാസം എടുക്കുകയും തന്റെ തന്ത്രത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു വേഗത കുറഞ്ഞ ഓഫ് കട്ടർ എറിയുകയും ചെയ്തു. വേഗതയേറിയ പന്ത് പ്രതീക്ഷിച്ചിരുന്ന റാഷിദ് ഖാന് ഈ പന്തിന്റെ വേഗത അളക്കാൻ കഴിഞ്ഞില്ല. പന്ത് അയാളുടെ ബാറ്റിനെ കബളിപ്പിച്ച് വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറൈലിന്റെ സുരക്ഷിതമായ ഗ്ലൗസുകളിൽ വിശ്രമിച്ചു. അത് വിലമതിക്കാനാകാത്ത ഒരു ഡോട്ട് ബോൾ ആയിരുന്നു. വാടി തളർന്നിരുന്ന രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ പെട്ടെന്ന് പുതിയ ജീവനും പ്രതീക്ഷകളും അത് നൽകി. ഇപ്പോൾ വിജയത്തിന് 4 പന്തുകളിൽ 8 റൺസ് ആവശ്യമാണ്. മൂന്നാമത്തെ പന്തിൽ തുഷാർ വീണ്ടും പഴയ അതേ കൃത്യമായ യോർക്കർ എറിയാൻ ശ്രമിച്ചു. എന്നാൽ സമ്മർദ്ദം കാരണം പന്ത് അയാളുടെ വിരലുകളിൽ നിന്ന് അല്പം നേരത്തെ വഴുതിമാറി ഒരു ലോ ഫുൾടോസായി മാറി. റാഷിദ് ഖാൻ പോലെയുള്ള പരിചയസമ്പന്നനായ ബാറ്റ്സ്മാൻ ഈ അവസരം പാഴാക്കിയില്ല. ഒരു തെറ്റും വരുത്താതെ തന്റെ സർവ്വശക്തിയുമെടുത്ത് അയാൾ ആ പന്തിനെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ അതിഗംഭീരമായ ഒരു ബൗണ്ടറിക്കായി അതിർത്തി കടത്തി. ഈ 4 പിറന്നതോടെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഡഗൌട്ടിൽ ആഘോഷം തുടങ്ങി. വിജയതീരം അടുത്തിലായതിനാൽ ആരാധകർ ആവേശഭരിതരായി. ഇനി വെറും 3 പന്തുകൾ മാത്രം ബാക്കി. ഗുജറാത്ത് വിജയത്തിലേക്ക് കേവലം 4 റൺസിന്റെ ഔപചാരികത മാത്രം ആവശ്യം. സ്റ്റേഡിയത്തിലെ ശബ്ദം വീണ്ടും അതിന്റെ ഉച്ചസ്ഥായിലെത്തി. രാജസ്ഥാന്റെ കൈകളിൽ നിന്ന് കളി പൂർണ്ണമായും വഴുതിപ്പോയതായി തോന്നിപ്പിച്ചു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിന്റെ മുഴുവൻ അന്തരീക്ഷവും ഇപ്പോൾ മറ്റൊരു തലത്തിലുള്ള ഉന്മാദത്തിലേക്ക് എത്തിയിരുന്നു. 1.25 ലക്ഷം കാണികളുടെ ആരവം ഇരമ്പുന്ന ഒരു സമുദ്രം പോലെ തോന്നിപ്പിച്ചു. എല്ലായിടത്തും കേവലം റാഷിദ് റാഷിദ് എന്ന മന്ത്രം മാത്രം മറ്റൊലിക്കൊണ്ടിരുന്നു. രാജസ്ഥാൻ റോയൽസ് കളിക്കാരുടെ മുഖത്തെ നിരാശയും സങ്കടവും ആർക്കും കാണാമായിരുന്നു. അവർ മാനസികമായി തോൽവി സമ്മതിച്ചതുപോലെ തോന്നി. ഗുജറാത്തിന്റെ മടിയിലേക്ക് കളി പൂർണ്ണമായും വീഴുമെന്ന ആ നിമിഷത്തിൽ ക്യാപ്റ്റൻ റിയാൻ പരാഗ് വീണ്ടും തന്റെ നേതൃത്വ പാടവം തെളിയിച്ചു. അയാൾ ഓടിച്ചെന്ന് യുവ ബോളർ തുഷാർ ദേശ്പാണ്ഡെയുടെ അടുത്തു ചെന്നു. വിറയ്ക്കുന്ന ആ ചുമലുകളിൽ കൈവച്ച് ചില വിലപ്പെട്ട നിമിഷങ്ങൾ അയാളുടെ കാതിൽ മന്ത്രിച്ച ആ ഗുരുമന്ത്രം തുഷാറിനുള്ളിൽ നഷ്ടപ്പെട്ട ആത്മവിശ്വാസം വീണ്ടും ഉണർത്തി. എല്ലാം മറന്ന് തന്റെ മികച്ച പന്തിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന് പരാഗ് അയാളോട് പറഞ്ഞിട്ടുണ്ടാകും. 4ാമത്തെ പന്തെറിയാൻ തുഷാർ ദേശ്പാണ്ഡെ പുതിയ ഊർജ്ജത്തോടെ തന്റെ റണ്ണപ്പിലേക്ക് മടങ്ങിവന്നു. ഇത്തവണ അയാൾ തന്റെ വിരലുകളുടെ മുഴുവൻ ശക്തിയുമെടുത്ത് മണിക്കൂറിൽ 145 കിലോമീറ്ററിലധികം വേഗതയിൽ തീപ്പൊരി പാറുന്ന ഒരു യോർക്കർ എറിഞ്ഞു. ലോകത്തിലെ തന്ത്രശാലികളായ ബാറ്റ്സ്മാൻമാരിൽ ഒരാളായ റാഷിദ് ഖാൻ പോലും പൂർണ്ണമായും കബളിപ്പിക്കപ്പെട്ടു. ആ പന്തിലെ
പ്രതിരോധിക്കുക അല്ലാതെ റാഷിദിനും മറ്റു വഴികളുണ്ടായിരുന്നില്ല. പന്ത് നേരെ ബോളറുടെ അടുത്തേക്ക് തന്നെ മടങ്ങിവന്നു. മുഴുവൻ സമവാക്യങ്ങളെയും മാറ്റിമറിച്ച സുവർണ ഡോട്ട് ബോളായിരുന്നു അത്. ഇപ്പോൾ മൈതാനത്തെ മുഴുവൻ ആവേശവും കോടിക്കണക്കിന് കാണികളുടെ ഹൃദയമെടുപ്പും അവസാന 2 പന്തുകളിലായി ചുരുങ്ങി. 2 പന്തിൽ 4 റൺസ് എന്ന കടുത്ത ലക്ഷ്യം. തുഷാർ 5ാമത്തെയും നിർണായകമായ പന്തെറിയാൻ ഓടിത്തുടങ്ങിയപ്പോൾ സമയം അവിടെ നിലച്ചതുപോലെയും സ്റ്റേഡിയത്തിലെ എല്ലാവരുടെയും ഹൃദയമെടുപ്പ് സ്തംഭിച്ചതുപോലെയും തോന്നി. ഇത്തവണ ബാറ്റ്സ്മാനെ കബളിപ്പിക്കാൻ തുഷാർ ഒരു ബാക്ക് ഓഫ് ദ ലെങ്ത് ഡെലിവറി എറിഞ്ഞു. പന്തിന്റെ ഗതി മനസ്സിലാക്കിയ റാഷിദ് ഖാൻ പന്ത് സ്റ്റാൻഡിന് മുകളിലൂടെ പറത്തി കളി അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഭീമാകാരവും സ്ഫോടനാത്മകവുമായ ഒരു ഷോട്ട് പായിച്ചു. ബാറ്റിൽ നിന്നുള്ള ശബ്ദം എത്രത്തോളം ഉച്ചത്തിലായിരുന്നുവെന്നാൽ അത് അതിർത്തി കടക്കുമെന്ന് ഒരു നിമിഷം എല്ലാവരും കരുതി. പന്ത് വായുവിൽ വളരെ ഉയരത്തിൽ ആകാശത്തെ തൊടുന്നതുപോലെ കുതിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, അപ്പോഴാണ് നൂറ്റാണ്ടുകളോളം സ്മരിക്കപ്പെടുന്ന ആ അത്ഭുതം ക്രിക്കറ്റ് മൈതാനത്ത് സംഭവിച്ചത്. ബൗണ്ടറി ലൈനിൽ കാവൽ നിന്നിരുന്ന ജോഫ്ര ആർച്ചർ പന്തിനെ തന്റെ കണ്ണുകളിൽ നിന്ന് മറയാൻ അനുവദിച്ചില്ല. അയാൾ പുറകോട്ടോടിക്കൊണ്ട് വായുവിൽ ചാടി അസാധ്യമെന്ന് തോന്നുന്ന ഒരു ക്യാച്ച് കൈപ്പിടിയിലൊതുക്കി. ആർച്ചറുടെ കൈകളിൽ പന്ത് അമരുന്നതും റാഷിദ് ഖാൻ മുട്ടുകുട്ടിയിരിക്കുന്നതുമായ 2 ദൃശ്യങ്ങൾ കളി പൂർണ്ണമായും മാറിയെന്ന് വിളിച്ചു പറഞ്ഞു. ഗുജറാത്തിന്റെ ഏറ്റവും വലിയ പോരാളി പവലിയനിലേക്ക് മടങ്ങുകയും രാജസ്ഥാൻ ഒരു അത്ഭുതത്തിന് തൊട്ടരികം നിൽക്കുകയും ചെയ്തു കണ്ട് രാജസ്ഥാന്റെ മുഴുവൻ ഡഗൌട്ടും ഭ്രാന്തന്മാരെ പോലെ മൈതാനത്തെ ഓടിയെത്തി. റാഷിദ് ഖാൻ ഔട്ടായ ഉടനെ തന്നെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വികാരങ്ങളുടെ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതുപോലെയായിരുന്നു. ഒരു വശത്ത് ഗുജറാത്ത് ആരാധകർ സ്തംഭിച്ചു നിന്നപ്പോൾ രാജസ്ഥാൻ കളിക്കാർ മൈതാനത്ത് ഭ്രാന്തന്മാരെ പോലെ ഓടി നടന്ന ആഘോഷത്തിൽ മുഴുകി. എന്നാൽ സുഹൃത്തുക്കളെ, ആവേശത്തിന്റെ പരമ്യം ഇനിയും ബാക്കിയുണ്ട്. അവസാന പന്തിൽ വിജയത്തിനായി 4 റൺസ് വേണമെന്നതിനാൽ ജോലി പൂർത്തിയാക്കിയിരുന്നില്ല. പുതിയ ബാറ്റ്സ്മാൻ അശോക് ശർമ്മയാണ് ഇപ്പോൾ സ്ട്രൈക്കിൽ. തന്റെ ടീമിനെ വിജയത്തിലെത്തിക്കുക എന്ന വലിയ സമ്മർദ്ദം അയാളുടെ മേലുണ്ടായിരുന്നു. തുഷാർ ദേശ്പാണ്ഡെ തന്റെ ഏകാഗ്രത വീണ്ടെടുത്ത് അവസാന പന്തെറിഞ്ഞു. അതിൽ അശോക് സർവ്വശക്തിയുമെടുത്ത് ബാറ്റ് വീശി. പന്ത് ബാറ്റിന്റെ പുറം വശത്ത് തട്ടി വായുവിൽ ഉയർന്ന് ഷോർട്ട് തേർഡ് മാന്റെ ദിശയിലേക്ക് പോയി. അവിടെയുണ്ടായിരുന്ന ഫീൽഡർ അതിശയകരമായ ജാഗ്രത കാണിച്ച് വേഗത്തിൽ പന്ത് പിടിച്ച് സ്ട്രൈക്കർ എൻഡിലേക്ക് എറിഞ്ഞു. ഇതിലൂടെ ബാറ്റ്സ്മാന് 1 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. നാടകീയമായ ഈ രീതിയിൽ രാജസ്ഥാൻ റോയൽസ് തങ്ങളുടെ തോൽവിയെ 6 റൺസിന്റെ ചരിത്ര വിജയമാക്കി മാറ്റുകയും IPL ചരിത്രത്തിന്റെ താളങ്ങളിൽ എന്നും സുവർണലിപികളിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു അത്ഭുതം സൃഷ്ടിക്കുകയും ചെയ്തു. തുഷാർ ദേശ്പാണ്ഡെ ഇന്ന് ഒറ്റ രാത്രിയിൽ നായകനായി മാറി. അവസാന പന്തെറിയുന്നതുവരെ കളി ആരുടേതുമാകാമെന്ന് രാജസ്ഥാൻ തെളിയിച്ചു. രാജസ്ഥാന്റെ ഈ അത്ഭുതത്തെക്കുറിച്ചും കളിയുടെ ഗതി മാറ്റിയ റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. ഇതുപോലുള്ള ആവേശകരമായ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.